മുജീബ് സാർ നമസ്കാരം. മുജീബ് സാർ, നിങ്ങൾ ഗ്രീൻ ലീവ്സ് എന്ന് പറയുന്ന ഓൺട്രപ്രണേഴ്സിനെ ഹാൻഡ് ഹോൾഡ് ചെയ്യുന്നതിൽ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവന്ന വലിയൊരു സംവിധാനത്തിൻ്റെ വർഷങ്ങളായിട്ട് നിങ്ങളത് ചെയ്യുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന 100-200 ഓൺട്രപ്രണേഴ്സിനൊക്കെ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി എന്താണ് നിങ്ങൾ ബാക്കിയുള്ള ഈ പറയുന്ന കൺസൾട്ടൻസിക്ക് നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഗ്രീൻ ലീവ്സ് എന്താ ചെയ്യുന്നത്? ഗ്രീൻ ലൈഫ്സ് CCT എന്നാണ്, കൺസൾട്ടിങ്, കോച്ചിങ് ആൻഡ് ട്രെയിനിങ് എന്നാണ്. ഓക്കെ. അപ്പോൾ ഇത് മൂന്നും ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്ന ഫേമുകൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കേരളത്തിൽ കുറവാണ്. ഓക്കെ. കാരണം നമ്മളവിടെ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് കോർപ്പറേറ്റ് ട്രെയിനിങ്ങിലാണ്. ഒരു 150 കമ്പനീസിന് കോർപ്പറേറ്റ് ട്രെയിനിങ് ചെയ്തിട്ടാണ് ഞാൻ കോച്ചിങ്ങിലേക്ക് വന്നത്. കോച്ചിങ് ആയിരുന്നു എനിക്ക് കൂടുതൽ ലേണിങ്സ് കിട്ടിയത്. കാരണം ഒരു 150ഓളം സംരംഭകരെ പെയിൻ പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷമാണ് നമ്മളിപ്പോൾ കൺസൾട്ടിങ്ങിലേക്ക് മൂവ് ചെയ്തത്. അപ്പോൾ ഇത് മൂന്നും നമുക്ക് ഒരേ സമയത്ത് ഒരു ഓൺട്രപ്രണർക്ക് ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ അത് മൂന്നും വൺ ഷോട്ടിൽ കൊടുക്കുന്ന ഒരു സംഭവമാണ് ഗ്രീൻ ലൈഫ്സ്. കൺസൾട്ടിങ്, കോച്ചിങ്, ട്രെയിനിങ്, അതെ, എവറിത്തിങ് വൺ പ്ലാറ്റ്ഫോം കോൺസെപ്റ്റ്. അതെ. ഓക്കെ. ഇങ്ങനെ നമുക്ക് ഒരുപാട് ഈ പറയുന്ന ബിസിനസ് സൊല്യൂഷൻ കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു ഓൺട്രപ്രണർ അടുത്ത് നിങ്ങൾക്ക് എന്താണ് സ്പെഷ്യലൈസ് ചെയ്തത്? ഓൺട്രപ്രണറുടെ ആംഗിൾ നിങ്ങൾക്ക് എന്താ കൊടുക്കുന്നത്? ഓൺട്രപ്രണറുടെ ആംഗിളിൽ ഈ ഗ്രോത്തിന് തടസ്സം നിൽക്കുന്ന 2 കാര്യങ്ങളാണ് ഞാൻ കഴിഞ്ഞ ഒരു 10-15 വർഷം കൊണ്ട് ബിസിനസ് ചെയ്തിട്ടും പഠിച്ചിട്ടൊക്കെ എനിക്ക് മനസ്സിലായത്. അതിലൊന്ന് ഒരു ബിസിനസ്സുകാരൻ്റെ മൈൻഡ് സെറ്റാണ്. ആ മൈൻഡ് സെറ്റ് ക്ലിയർ ആകാതെ ബാക്കി എന്ത് സ്ട്രാറ്റജി പറഞ്ഞു കൊടുത്താലും ഇവരെ ആക്ഷൻ എടുക്കൂല. ചേഞ്ച് മാനേജ്മെന്റ് ആക്സെപ്റ്റ് ചെയ്യൂല. അപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു ഓൾമോസ്റ്റ് ഒരു 3 to 4 years ആയിട്ട് ഞാൻ റിസർച്ച് ചെയ്യുന്നത് മൈൻഡ് സെറ്റിലാണ്. അതിനെ ഞാൻ എന്ത് ചെയ്തു, ലോകത്തെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബില്യണിയർ മൈൻഡ് സെറ്റ് ഫോർമുലയാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. അതിൽ ഒരു വർഷമായിട്ട് റിസർച്ച് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരാൾ ബില്യണിയർ ആവുക, റിച്ച് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കഴിഞ്ഞ 10 ബാച്ചുകളിലൂടെ കൊടുത്തത്. അപ്പോൾ ഇത് ശരിയായി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് എളുപ്പമാണ്. രണ്ടാമത്തെ കാര്യം സ്ട്രാറ്റജിയാണ്. ഒരു ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് എത്തുന്ന സ്ട്രാറ്റജിയാണ്. അപ്പോൾ അതിനാണ് നമ്മൾ ബിസിനസ് ഗ്രോത്ത് ആക്സിലറേറ്റർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ്ലി ഒരു ഓട്ടോ പൈലറ്റ് ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു പീപ്പിൾ ഡ്രിവൺ കമ്പനിയുടെ ഒരു സിസ്റ്റം ഡ്രിവൺ ആക്കി, ഒരു ഡാറ്റ ഡ്രിവൺ ആക്കി, ഒരു കൾച്ചർ ഡ്രിവൺ ആക്കി, ഒരു AI ഡ്രിവൺ ആക്കുന്ന രീതിയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് അല്ലെങ്കിൽ ബിസിനസ്സിനെ ഓട്ടോ പൈലറ്റിലേക്ക് എത്താനുള്ള ഈ മൈൻഡ് സെറ്റും ആൻഡ് സ്ട്രാറ്റജിനെയും എങ്ങനെ പീസാക്കി ഇംപ്ലിമെന്റ് ചെയ്ത് അവരിലേക്ക് പഠിപ്പിക്കുന്നു, പ്രാക്ടിക്കലി കൊടുക്കുന്നു. അതെ അതെ. ഓക്കെ, ഫൈൻ, താങ്ക് യു.